So welcome back to our channel. So നമുക്കിന്ന് പഠിക്കാനുള്ളത് DPSP Directive Principles of State Policy Module 2 important topic ആണ്. So എന്താണ് DPSP എന്ന് നോക്കാം. Directive Principles of State Policy are enumerated in Part 4. Part 4ലാണ് ഇത് മെയിൻലി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെ. The framers of the Constitution borrowed this idea from the Irish Constitution. ഈ ഒരു ഐഡിയ സത്യം പറഞ്ഞാൽ രൂപീകരിച്ചത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ 1937 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇത് കടമെടുത്തിട്ടുള്ളത്. which has copied it from Spanish Constitution. Irish Constitution തന്നെ Spanish Constitution നിന്നായിരിക്കും borrow ചെയ്തത്. Okay. Dr. B.R. Ambedkar described these principles as novel features. നമ്മുടെ ഡോക്ടർ B.R. Ambedkar ഈ ഒരു ഫീച്ചറിനെ നമ്മൾ നോവൽ ഫീച്ചേഴ്സ് ഈ ഒരു പ്രിൻസിപ്പിൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ നോവൽ ഫീച്ചർ എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തത്. Features of DPSP നോക്കാം. It denotes the ideals that a state should keep in mind while formulating policies and enacting it. അതായത് ഇതിൽ മെയിൻലി പറയുന്ന ഒരു സ്റ്റേറ്റ് കീപ്പ് ചെയ്യേണ്ട പോളിസീസും ലോസിനെ പറ്റിയാണ് പറയുന്നത്. The directive principles resemble the instrument of instructions. മെയിൻലി അത് ഇൻസ്ട്രുമെന്റ്, അതായത് ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. It promotes the concept of a welfare state. ഞാൻ പറഞ്ഞില്ലേ ഇത് മെയിൻലി എയിം ചെയ്യണം എന്താണ്, വെൽഫെയർ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കണം, ആൻഡ് നോട്ട് ദാറ്റ് ഓഫ് എ പോലീസ് സ്റ്റേറ്റ്. ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കാനല്ല, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാനുള്ള കോൺസെപ്റ്റാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് DPSP നോക്കാം. മൂന്നായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് DPSP. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് വൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, തേർഡ് വൺ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. നമുക്ക് 1 by നോക്കാം. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ ഇൻ്റലക്ച്വൽ. ഇത് നമുക്ക് SGL എന്ന് പറഞ്ഞൊരു കോഡിൽ പഠിക്കാം. ഓക്കെ, SGL. എസ് എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ പഠിക്കാം. ഓക്കെ, 1 by 1 നോക്കാം. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കാം. ദീസ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്ട് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം. അപ്പോൾ മെയിൻലി ആ വാക്കി തന്നെ ഉണ്ട് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിഫ്ലക്ട്സ് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം ആണ് മെയിൻലി കാണിക്കുന്നത്. എയിംസ് അറ്റ് പ്രൊവൈഡിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. സോഷ്യലായിട്ടും എക്കണോമിക് ജസ്റ്റിസും പ്രൊവൈഡ് ചെയ്യാനാണ് ഇത് കൂടുതൽ നോക്കുന്നത്. ടു പ്രൊവൈഡ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, to promote the welfare of the people, to promote equal justice and to provide free legal aid to the poor. Equal justice എല്ലാവർക്കും കിട്ടണം, അതുപോലെ ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പാവങ്ങൾക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം. Equitable distribution of the material resources of the community for the common good. Prevention of concentration of wealth, അതായത് സാമ്പത്തികത്തെ കോൺസെൻട്രേഷൻ അത് തടയണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. അത് പുരുഷനും സ്ത്രീക്കും ഒരേപോലത്തെ പേ കൊടുക്കണം, അതായത് സാലറിയിൽ ഒരു പാർഷ്യാലിറ്റി പാടില്ല. ടു സെക്യൂർ എ ലിവിങ് വേജ്, എ ഡീസെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ടു സെക്യൂർ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ. പിന്നെ പറയുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് മെയിൻലി നമുക്ക് നോക്കാം എന്താണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്തിൻ്റെ ബേസിലാണ്, ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം. സോ ഹിയർ ഇറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ മെയിൻ ഗാന്ധിയൻ ഐഡിയോളജി. അതായത് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഗാന്ധിയൻ ഐഡിയോളജി ബേസ് ചെയ്താണ് ഫോം ചെയ്തിരിക്കുന്നത്. ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ടു ഫങ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പേരിൽ വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, അത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ടു പ്രൊമോട്ട് വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. വില്ലേജിൽ ഗ്രാമപ്രദേശത്തിലൊക്കെ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ടു പ്രൊമോട്ട് ദ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC/ST, അതായത് ബാക്ക്വേർഡ് കാസ്റ്റിൻ്റെ കാര്യങ്ങളും വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസിനെ എക്കണോമിക്കലി എഡ്യൂക്കേഷനലി പ്രൊമോട്ട് ചെയ്യുക. ടു പ്രൊഹിബിറ്റ് ദ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇൻജൂറിയസ് ടു ആരോഗ്യത്തിന് ഹാനികരമായ ഇൻടോക്സിക്കൻസ് ഡ്രഗ്സും ഡ്രിങ്ക്സിനെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ലിബറൽ ഇൻ്റലക്ച്വൽ, തേർഡ് വൺ ലാസ്റ്റ് വൺ ആണ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. സോ ഇത് മെയിൻലി എന്തായിരിക്കും, ഇറ്റ് റിപ്രസെൻറ്റ് ദ ഐഡിയോളജി ഓഫ് ലിബറലിസം. സോ ഇത് മെയിൻലി എയിം ചെയ്യാൻ എന്താണ്, ഐഡിയോളജി ഓഫ് ലിബറലിസം ആണ്. യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അല്ല മെയിൻലി പറയണം യൂണിഫോം സിവിൽ കോഡ് ആയിരിക്കണം, ഈ രാജ്യം മൊത്തം യൂണിഫോം സിവിൽ കോഡ് ആയിരിക്കണം.
To provide early childhood care and education for all children until they complete the age of 6 years. 6 വയസ്സ് പൂർത്തിയാവുന്നത് വരെ ആ കുട്ടിക്ക് കിട്ടേണ്ട ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും കൺഫേം ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, കാടും അതേപോലെ വൈൽഡ് ലൈഫ് ആനിമൽസും അങ്ങനത്തെ വൈൽഡ് ലൈഫിനെയും നമ്മുടെ എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക. ഓക്കെ. ടു പ്രൊട്ടക്ട് മോണുമെൻറ്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഹിസ്റ്ററി. നമ്മുടെ പണ്ടത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസും മോണുമെൻറ്റ്സും നമ്മുടെ ഇന്ത്യയിൽ ഒരുപാടുണ്ട്, അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. പിന്നെ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ടു മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഹോണറബിൾ റിലേഷൻസ് ബിറ്റ്വീൻ നേഷൻസ്. അതായത് വേറെ രാജ്യവുമായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും പ്രൊമോട്ട് ചെയ്യുക. അതായത് ഹോണറബിൾ ആയിട്ട് റിലേഷൻസ് ബിറ്റ്വീൻ നേഷൻസ്, പല നേഷൻസും അതർ കൺട്രീസ്, നൈബറിങ് കൺട്രീസുമായിട്ട് ഇൻ്റർനാഷണൽ പീസ് കൊണ്ടുവരിക. ഓക്കെ. ഇനി പഠിക്കാനുള്ള ന്യൂ DPSP, അതായത് ന്യൂ ആയിട്ടൊരു DPSP ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ദ 42th അമെൻഡ്മെൻറ്റ് ആക്ട് 1976 42th അമെൻഡ്മെൻറ്റ് ആക്ട് പ്രകാരം ഒരു 4 ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ലിസ്റ്റ്. അതായത് ഒറിജിനൽ DPSPയുടെ കൂടെ 4 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ആ 4 എണ്ണം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അതായത് ചിൽഡ്രൻ്റെ ഹെൽത്തി ഡെവലപ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റീസ് സെക്യൂർ ചെയ്യുക. സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ. അതായത് പാവപ്പെട്ടവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക, അതേപോലെ ഈക്വൽ ജസ്റ്റിസ് ഫോർ എവറി വൺ. തേർഡ് വൺ, ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് ഇൻഡസ്ട്രീസിൽ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ സെക്യൂർ ചെയ്യുന്നത്, അതിനുവേണ്ടി സ്റ്റെപ്സ് എടുക്കണം. പിന്നെ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫിനെയൊക്കെ സെക്യൂർ ചെയ്യുക. ഓക്കെ. സോ ഇതൊക്കെയാണ് മെയിൻലി ആയിട്ട് ന്യൂ DPSPയിൽ 4 അഡീഷണൽ ചേർത്തത്. ഇനി പഠിക്കാനുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചു, ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ഓൺലി ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻലി പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമ്മൾ പഠിച്ചില്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പക്ഷേ ആൻഡ് നോട്ട് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ല. ഓക്കെ. ലേറ്റർ ഇൻ 1976 ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് വേ ആഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 1976 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ഓൺ ചെയ്തത്. ഇൻ 2002 one more fundamental duty was added. The fundamental duties in the Indian Constitution are inspired by the Constitution of USSR. USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻസ്പയർ ആയത്. Swaran Singh Committee suggested the incorporation of 8 fundamental duties in the Constitution. The 42th Constitution Amendment Act 1976 included 10 fundamental duties. First, Swaran Singhന്റെ കമ്മിറ്റി പ്രകാരം 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് സജസ്റ്റ് ചെയ്തത് അയാൾ. പിന്നെ 42th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം അത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയി. സോ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കാം. സത്യം പറഞ്ഞാൽ ഇത് ലിസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 51A സോ അത് മെയിൻലി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കാം. മൊത്തത്തിൽ നമുക്ക് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ. 10 പറഞ്ഞു, മൊത്തത്തിൽ 11 ആഡ് ഓൺ ചെയ്തെന്ന് പറഞ്ഞില്ല 1. സോ ടോട്ടൽ 11. ഫസ്റ്റ് വൺ ടു നോക്കാം. To abide by the Constitution and respect its ideals and institution, a national flag and the national anthem. അതായത് നമ്മുടെ രാജ്യത്തുള്ള നാഷണൽ ഫ്ലാഗിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും നമ്മുടെ നാഷണൽ ആന്തത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു ചെറിഷ്. ഇത് നമ്മുടെ ഡ്യൂട്ടീസ് ആണ്, നമ്മുടെ റൈറ്റ്സ് അല്ല. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്ത്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ ചെയ്യണമെന്ന്. Second one, to cherish and follow the noble ideas that inspire the national struggle for freedom. അതായത് നമ്മളെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയുള്ള നമ്മളെ നാഷണൽ സ്ട്രഗിൾസ് ഇല്ലേ, അതിലെ നോബിൾ ഐഡിയാസ് ഫോളോ ചെയ്യുക, ചെറിഷ് ചെയ്യുക. തേർഡ് വൺ, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. സോവറിനിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും അപ്ഹോൾഡ് ചെയ്യുക ആൻഡ് പ്രൊട്ടക്ട് ചെയ്യുക. ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. To promote harmony
ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ. അത് നമ്മൾ നാഷണൽ ഇത് പറയില്ലേ, പ്ലഡ്ജ് പറയുമ്പോൾ തന്നെ പറയത്തില്ലേ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരും തമ്മിൽ നമുക്ക് സഹോദര ബന്ധമാണ്, സാഹോദര്യം വേണം. ഓക്കെ, ഹാർമോണി ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ കോമൺ ബ്രദർഹുഡ് വേണം എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. To value and preserve the rich heritage of country's composite culture. കൾച്ചറിനെ പ്രിസർവ് ചെയ്യുക, നമ്മുടെ കോമ്പോസിറ്റ് കൾച്ചറാണ് നമുക്ക് നമ്മുടെ കൺട്രിയിലുള്ള, അതിനെ പ്രിസർവ് ചെയ്യുക. To protect and improve the natural environment include forest, lake, rivers, wildlife. നമ്മളിവിടുത്തെ ഫോറസ്റ്റ്, ലേക്ക്, എൻവയോൺമെൻറ്റ്, അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് എക്കോസിസ്റ്റം, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. To develop the scientific temper, humanism and spirit of inquiry and reform. നമ്മൾ കൂടുതൽ സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ ഹ്യൂമാനിസം ഡെവലപ്പ് ചെയ്യുക. ടു സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജുവർ വയലൻസ്. അതായത് നമ്മൾ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടീസിനെ സേഫ് ഗാർഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ ദ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റീസ് സോ ദാറ്റ് നേഷൻ കോൺസ്റ്റന്റ്ലി റൈറ്റ്സ് ടു ഹയർ ലെവൽസ് ഓഫ് എൻഡ്യൂവർ ആൻഡ് അച്ചീവർ. അതായത് ഓരോ ഇൻഡിവിജ്വലിലെ എക്സലൻസിനെ സ്ട്രൈവ് ചെയ്യുക. ഓക്കെ, സ്ട്രൈവ് ടുവേർഡ്സ് ഓൾ ദ എക്സലൻസ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഹയർ ലെവൽസ്. അതായത് ഈ നേഷൻ, അതായത് ഒരു മനുഷ്യന് കുറേ കാര്യങ്ങൾ കാണും, അവർക്ക് നമുക്ക് ഇന്ത്യയെ പ്രൗഡാക്കാൻ പറ്റൂലേ, അതായത് സ്പോർട്സിലൂടെയും ആർട്സിലൂടെയും, അങ്ങനെ നമുക്ക് ഇന്ത്യയെ പ്രൗഡാക്കാൻ പറ്റണം. ഓക്കെ, നമ്മുടെ രാജ്യത്തെ അച്ചീവ്മെൻറ്റിൽ എത്തിക്കാൻ നമ്മളുടെ എക്സലൻസ് ഉപയോഗിച്ച് പറ്റും. അതാണ് ഈ പറഞ്ഞത്. Next one, to provide the opportunity for the education to his children or the ward between age 6 to 14. 6 മുതൽ 14 വയസ്സ് വരെ ആ കുട്ടിക്ക് ഉള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റിയും ആ കൊച്ചിന് കിട്ടേണ്ട കെയറും നിർബന്ധമായിട്ട് കൊടുക്കണം. This duty was added by the 86th Constitution Amendment. ഈ ലാസ്റ്റ് 11ാമത്തെയാണ് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2002 ആഡ് ചെയ്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. സോ ഇതാണ് മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മൾ ടോപ്പിക്ക് ഏതൊക്കെയാണ് കവർ ചെയ്തത്? നമ്മളിന്ന് DPSP പഠിച്ചു ഇല്ലേ, DPSPയുടെ ഫീച്ചേഴ്സ് പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ DPSP അല്ലാതെ നമ്മൾ ന്യൂ DPSPയിൽ എന്തൊക്കെ ആഡ് ചെയ്തു എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ച DPSPയിൽ ന്യൂ ആഡ് ചെയ്തു. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിച്ചു അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പഠിച്ചു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് on our channel. Thank you.